എല്ലാവർക്കും യൂണിറ്റൈ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം ഇതിലേക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ വളരെ ഈസിയായി ടൈം മാനേജ് ചെയ്ത് ഈ പ്രോബ്ലംസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ബേസിക് ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റ്സും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയുന്നതാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോംബാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. അപ്പോൾ എവിടെ ആംബിയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എ എന്ന് പറഞ്ഞ ലെറ്റർ കണ്ടാലും അത് കറണ്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ അപ്പോൾ കത്തണം. അടുത്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. വോൾട്ടേജിൻ്റെ യൂണിറ്റും തന്നെയാണ് വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ വി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ആർക്കുള്ളതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഓർക്കണം. വോൾട്ടേജിൻ്റെ മറ്റൊരു നെയിമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും. അടുത്തതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിമ്പലാണ്. അപ്പോൾ അത് ഓം ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ന്യൂമറിക്കൽസ് വരുന്ന സമയത്ത് അതിൻ്റെ SI യൂണിറ്റ്സ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ടൈം. അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ ടൈമിൻ്റെ യൂണിറ്റ് മിനിറ്റിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് എന്തിലേക്ക് മാറ്റേണ്ടി വരും? സെക്കൻഡിലോട്ടേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്താണ് ജൂൾ. നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചതാണ്. എനർജി ആണെങ്കിലും ഹീറ്റ് എനർജി ആണെങ്കിലും ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. അതേപോലെ വർക്കിൻ്റെ കേസിലാണെങ്കിലും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്തായിട്ടാണ് വരിക? ജൂളാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ J ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്തതാണ് പവർ. പവറിൻ്റെ കേസിൽ നമ്മൾ യൂണിറ്റായി എടുക്കുന്നത് ഏതാണ്? വാട്ടാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? W. അപ്പോൾ W നിങ്ങളൊരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലോട്ടേക്ക് വരണം അത് പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റാണ് എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഇത് അറിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പാഠഭാഗത്ത് നമ്മൾ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഉള്ളത്, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഇക്വേഷൻസ് ഞാനിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ബേസിക് ഇക്വേഷൻ I = Q/T. അപ്പോൾ നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യനിൽ ചാർജ് തന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കണ്ടുപിടിക്കാം. ഇനി പ്രധാനമായിട്ടുള്ള ഇക്വേഷൻസ് നമ്മുടെ ഓംസ് ലോ ആയി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഓംസ് ലോ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പഠിക്കാനില്ലെങ്കിലും നമ്മളിവിടെ ഏതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോഴും ഓംസ് ലോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ആൻസറിലേക്കുള്ള ഇക്വേഷൻസ് പോലും ഡെറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഓംസ് ലോ V = IR, I = V/R, R = V/I ഈ ഇക്വേഷൻസ് നിർബന്ധമായും എല്ലാവരും പഠിച്ചിട്ട് മാത്രം ഈ ഒരു പാഠഭാഗം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തതാണ് പവർ. അപ്പോൾ പവറിന് തന്നെ നമുക്ക് 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് VI, ഒന്ന് V²/R, ഒന്ന് I²R. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇതിലുള്ള ഫസ്റ്റത്തെ ഇക്വേഷനാണ് P = VI എന്ന് പറയുന്ന ഇക്വേഷന്. അപ്പോൾ ഈ ഇക്വേഷൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു. ആ ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസ് ഇല്ല, പക്ഷേ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് P = VI. അപ്പോൾ നമുക്ക് തരാത്ത ക്വാണ്ടിറ്റി നമ്മുടെ ഇക്വേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല? ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തന്ന ക്വാണ്ടിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്ത് പവർ കണ്ടുപിടിക്കാൻ വരുന്ന കേസിലാണ് നമ്മൾ ഇതേപോലെ ഇക്വേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. P = V²/R എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു. ആ ക്വസ്റ്റ്യനിൽ കറണ്ട് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് വോൾട്ടേജും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഏത്? P = V²/R. അപ്പോൾ അത് ഓർമ്മയിലുണ്ടാവണം. ഇനി നെക്സ്റ്റ് ആണ് I²R. പവറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് I²R. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് കറണ്ടും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, പക്ഷേ നമുക്കിവിടെ വോൾട്ടേജ് തന്നിട്ടില്ല. അപ്പോൾ വോൾട്ടേജ് തന്നിട്ടില്ല, കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ പവർ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് P = I²R. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഏത് ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതേ കോൺസെപ്റ്റ് നമ്മുടെ ഹീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. H = I²RT. കറണ്ട് തന്നു, റെസിസ്റ്റൻസ് തന്നു, ടൈം തന്നു. നമുക്ക് നേരെ എന്ത് ചെയ്യാം?
ഹീറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ H=I²RT അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിലും ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഹീറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്നാൽ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്, കറണ്ട് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. അപ്പോൾ H=V²T/R എന്നുള്ള ഇക്വേഷനാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത് നമുക്കൊരു ഹീറ്റിനൊരു ഇക്വേഷൻ ഉണ്ട്, H=VIT. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ മിസ്സിംഗ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് വോൾട്ടേജ് തന്നു, കറണ്ട് തന്നു, ടൈം വന്നു. നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഇനി അല്ല എങ്കിൽ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓംസ് ലോ ആണ്, വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ R കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്താൽ മതി, R=V/I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി Vയും Iയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ V/I ചെയ്ത് കഴിഞ്ഞാൽ R കിട്ടും. ആ R കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വേണം, ഓംസ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓംസ് ലോൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞ് വെക്കുക. കാരണം ചില സമയത്ത് നമുക്ക് Iയും Rഉം Vയും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഓംസ് ലോനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷനാണ് PT എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷനാണ് PT. അപ്പോൾ ഈ PT എന്ന് പറയുന്ന ഇക്വേഷനിൽ ചില കേസുകളിൽ ഈ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറാം, നമ്മുടെ ഹീറ്റ് എനർജിയായി മാറാം. അപ്പോൾ H=PT എന്നും നമ്മൾ എന്താക്കാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പവറും ടൈമും മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിൽ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, H=PT ഉപയോഗിക്കണം. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ ഈ ഒരു ഇക്വേഷൻ ചില കേസുകളിൽ നമ്മൾ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനും യൂസ് ചെയ്യുന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ρL/A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഈ ഒരു ഇക്വേഷന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, റിലേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് റെസിസ്റ്റൻസും കൂടുമ്പോൾ അല്ലെങ്കിൽ ഏരിയ കൂടുമ്പോൾ അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ ലെങ്ത്ത് ഡബിൾ ആകുമ്പോൾ ഏരിയ ഹാഫ് ആകുമ്പോൾ ഒക്കെ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ക്വാണ്ടിറ്റീസും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, അവയുടെ യൂണിറ്റ് പഠിച്ചു വെക്കുക. രണ്ടാമത് എല്ലാ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, ഏത് ഇക്വേഷനാണ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്നതിന് ശേഷം മാത്രമേ ഈ ഒരു പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് പല ആളുകളും കണ്ടിട്ടുണ്ടാവും, എങ്കിൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലൊരു സർക്യൂട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഏത് പാഠഭാഗത്തു നിന്നുള്ളതാണ്, ഈ സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ ഇതിലേക്കൊന്നും ചിന്തിക്കേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത്, എന്താണോ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് 1 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 1 മാർക്കിനെ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടണം എന്നുള്ളത്, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം കണക്കൂട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The diagram shows a simple electric circuit with a resistance R connected to a cell. How much heat is generated in the resistor in 10 seconds? അപ്പോൾ നിങ്ങളോട് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. The diagram shows an electric circuit with the resistance R connected to a how much heat is generated in the resistor in 10 seconds. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരൊറ്റ ക്വാണ്ടിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ, അതാണ് സെക്കൻഡ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. T എന്ന് പറയുന്ന സാധനം 10 സെക്കൻഡ്, അഥവാ നമുക്ക് ടൈം കിട്ടി 10 സെക്കൻഡ്. അഥവാ ഈ ക്വസ്റ്റ്യനിൽ ടൈം തന്നിരിക്കുന്നത് മിനിറ്റിലായിരുന്നു എങ്കിൽ അതിന് അതിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡിലോട്ടേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നിലവിലെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സെക്കൻഡ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഈ സർക്യൂട്ടാണ് നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മറ്റ് ക്വാണ്ടിറ്റീസ് കംപ്ലീറ്റ് ഇതിലാണുള്ളത്, സർക്യൂട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ എന്താ പറയുന്നത് നോക്കാം. I = 2 ആംപിയർ. അപ്പോൾ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്, നമുക്ക് ഓൾറെഡി അറിയാം. 2 ആംപിയറിലെ A കണ്ടാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആംപിയർ എന്ന് പറയുന്ന യൂണിറ്റ് ആണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് I എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടി, എത്രയാണ്, 2 ആംപിയർ. അപ്പോൾ നമുക്ക് ടൈം കിട്ടി
കറൻറ്റും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വാണ്ടിറ്റി കൂടി ഇവിടെ തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ആർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്, റെസിസ്റ്റൻസിനെയാണ്. അതേപോലെ നമ്മുടെ ഓം സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ നമുക്ക് ആറും കിട്ടി. അപ്പോൾ ആർ ഇക്വൽ ടു എത്രയാണ്, 5 ഓം. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്, ഹീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഇക്വേഷൻസിൻ്റെ കോളത്തിൽ പഠിച്ചതാണ് ഹീറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. എന്താണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ, H ഈക്വൽ ടു എന്താണ്, I²RT. H ഈക്വൽ ടു I²RT. അപ്പോൾ നമുക്ക് I അറിയാൻ ഇവിടെ തന്നിട്ടുണ്ട് 2 ആംപിയർ. അപ്പോൾ 2 ഇടാൻ പറ്റുമോ, ഇല്ല, കാരണം എന്താ I²ലാണുള്ളത്. അപ്പോൾ എന്താക്കണം, I² ഇൻറ്റു ആർ എന്താണ് തന്നിട്ടുള്ളത്, റെസിസ്റ്റൻസ് 5 ഓം തന്നിട്ടുണ്ട്. ടൈം ആണെങ്കിൽ എത്ര തന്നിട്ടുണ്ട്, 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 5 × 10 എന്ന് വരും. അപ്പോൾ 4 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 20 ആണ്. 20 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 200 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 200 കാണും. ഈ 200ൻ്റെ ഇപ്പുറത്തൊരു ജെ കാണുന്നുണ്ട്. ആ ജെ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് അത്, ഹീറ്റ് എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ജൂളാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കണ്ടെത്തുന്നത് പവർ ആണെങ്കിൽ അതിൽ വാട്ട് ഇടണം, എനർജി ആണെങ്കിൽ ജൂൾ ഇടണം, ടൈം ആണെങ്കിൽ സെക്കൻഡ് ഇടണം, റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം ഇടണം, കറണ്ട് ആണെങ്കിൽ ആംബിയർ എ ഇടണം എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയാണ്. കാരണം യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ഐഡൻറ്റിഫൈ ചെയ്യാം, അത് വെച്ച് നിങ്ങൾക്ക് ഒരു ആൻസർ കൺക്ലൂഷനിലെത്താനും സാധിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, 200 ജൂൾ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. ഇക്വേഷൻസും യൂണിറ്റ്സും പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഈ ഒരു പാർട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മച്ച് ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഇലക്ട്രിക് ഹീറ്റർ വിത്ത് 600 വാട്ട് ഓപ്പറേറ്റ്സ് ഫോർ 20 മിനിറ്റ്സ് എന്നാണ് ചോദ്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പാർട്ട്. അപ്പോൾ നമുക്കിവിടെ 600 വാട്ട് ഉണ്ട്. നമുക്കറിയാം വാട്ട് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്, പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ഇവിടെ നമുക്ക് വേറൊരു ക്വാണ്ടിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണ് തന്നിട്ടുള്ളത്, ടൈം എത്രയാണ് തന്നിട്ടുള്ളത്, 20 മിനിറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡാണ്. അപ്പോൾ ഈ ടൈമിനെ 20 മിനിറ്റ്സ് എന്നുള്ളതിനെ നമ്മൾ സെക്കൻഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെക്കൻഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 60 ചെയ്താൽ മതി. അപ്പോൾ 20 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1200 സെക്കൻഡ് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളൂ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള പവറിനെയും ടൈമിനെയും നേരെ എടുത്ത് എഴുതി, അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് എനർജിയാണ്. അപ്പോൾ നമ്മൾ സെഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനർജിയുടെ ഇക്വേഷനായിട്ടുള്ള PT എന്ന് പറയുന്ന ഇക്വേഷൻ ചില സമയത്ത് നമുക്ക് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ H = PT ആയി. അപ്പോൾ അതിൽ പവർ ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്, 600. ഇനി ടൈം എത്ര തന്നിട്ടുണ്ട്, 1200 സെക്കൻഡ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ സീറോസ് ആയിട്ടുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് 0 ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നോക്കുക. ഇവിടെയുള്ള നോൺ ഡിജിറ്റ് സീറോ ഏതാണ്, 6. ഇവിടെയുള്ള നോൺ ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, നോൺ ഡിജിറ്റ് സീറോസ് ഏതൊക്കെയാണ്, 12. അപ്പോൾ നിങ്ങൾ 6 × 12 മാത്രം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 × 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 72 എന്ന് കിട്ടും. എത്ര കിട്ടും, 72. അപ്പോൾ നമ്മൾ ഇവിടെ നോൺ ഡിജിറ്റ് സീറോസ് ആയിട്ടുള്ള 6 നും 12 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മൾ യൂസ് ചെയ്യാത്ത രണ്ട് നമ്പർ, ഇവിടെ 2 സീറോസും ഉണ്ട്, ഇവിടെ 2 സീറോസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വെച്ചാൽ ആ 4 സീറോസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം. അപ്പോൾ 1 0 ഇട്ടു, 2 0 ഇട്ടു, 3 0 ഇട്ടു, 4 0 ഇട്ടു, ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഹീറ്റ് എനർജി ആയതുകൊണ്ട് നമ്മളതിന് യൂണിറ്റ് എന്തിടും, ജൂൾ എന്നിടും. ക്ലിയർ ആയോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സമയത്ത് ഇതേപോലെ സീറോസ് വരുന്ന സമയത്ത് നോൺ ഡിജിറ്റ് സീറോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈനിങ് നമ്മൾ എത്ര സീറോസിനെയാണ് ഇഗ്നോർ ചെയ്തത് അത് നേരെ അവിടെ താഴ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാം, നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ്, ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചത്, ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ പവറും ടൈമും പ്രൊഡക്റ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ
നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിലാണ് നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എളുപ്പമാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇഫ് എ 500 watt ഗ്രൈൻഡർ ആൻഡ് എ 600 watt ഇലക്ട്രിക് അയൺ ഈച്ച് ഓപ്പറേറ്റ് ഫോർ 2 hours. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ട് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് നോക്കിയാൽ നമുക്ക് ഏതാണ് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് പവർ എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടി 500 watt. അപ്പോൾ ഇവിടെ 2 പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് P1 P2 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ 600 വാട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഈച്ച് ഓപ്പറേറ്റ് ഫോർ 2 hours എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും വർക്ക് ചെയ്യുന്നത് എത്ര മണിക്കൂറാണ്? 2 hour. അപ്പോൾ രണ്ടിൻ്റെയും ടൈം എന്ന് പറയുന്നത് കോമൺ ആയതുകൊണ്ട് നമുക്കിവിടെ 2 hour എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ട് ഈ 2 ഇൻഡിവിജ്വൽ പവറിനെ നമുക്ക് എന്താക്കി എടുക്കാം? ടോട്ടൽ പവറായിട്ട് എടുക്കാം. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 500 + 600 വരും. അപ്പോൾ 500 + 600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1100 വാട്ട്സ് കിട്ടും. 1100 വാട്ട്സ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി = P × T ആണ്. ഇലക്ട്രിക്കൽ എനർജി എന്താണ്? P × T. അപ്പോൾ നമ്മുടെ പവർ ഇവിടെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? 1100 വാട്ട്സ് ഇൻറ്റു. അപ്പോൾ ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 hourലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ സെക്കൻഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ സെക്കൻഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനും ചെയ്യാതെയും നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 2 hour തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 1100 × 2 എന്ന് വരും. അപ്പോൾ ഇത് എത്രയാണ് ആൻസർ കിട്ടുക? 2200 ഹവർ എന്ന് കിട്ടും. 2200 വാട്ട് ഹവർ എന്ന് കിട്ടും. അപ്പോൾ 2200 വാട്ട് ഹവറിനെ നമ്മൾ ഇലക്ട്രിക് എനർജി കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്കതിനെ കിലോ വാട്ട് ഹവറിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? 2.2 കിലോ വാട്ട് ഹവർ എന്ന് വരും. അപ്പോൾ ഈ രീതിയിലും നമുക്ക് എന്താക്കാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ മച്ച് ഹീറ്റ് എനർജി വിൽ ബി പ്രൊഡ്യൂസ്? കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് എനർജി ആണെന്നുള്ളത് മനസ്സിലായി. If a heating appliance with 250 watt operates for 10 minutes എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് 250 വാട്ടാണ്. പിന്നെ ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10 മിനിറ്റ് ആണ്. അപ്പോൾ 10 മിനിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? സെക്കൻഡിലോട്ടേക്ക് മാറ്റണം. അപ്പോൾ 10 മിനിറ്റ് × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 600 സെക്കൻഡ് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹീറ്റ് എനർജി. അപ്പോൾ PT എന്ന് പറയുന്ന പവർ × ടൈം എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. 250 × 600. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ സീറോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള നോൺ ഡിജിറ്റ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 25 × 6 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 150 കിട്ടും അല്ലേ? 150 കിട്ടും. ഇനി എത്ര സീറോസിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിരുന്നേ? ഇവിടെ ഒരു സീറോനെ ഇഗ്നോർ ചെയ്തു, ഇവിടെ 2 സീറോനെ ഇഗ്നോർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സീറോയും ഇവിടെ ഇഗ്നോർ ചെയ്ത് ഈ 2 സീറോയും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുക. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഹീറ്റ് എനർജി ആയതുകൊണ്ട് നമ്മളവിടെ എന്തിൽ എന്ത് കൊടുക്കുക? ജൂൾ കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇതേപോലെ നോൺ ഡിജിറ്റ് സീറോസ് മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം, അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ എഴുതുക. പിന്നെ ഏത് സീറോസിനെയാണോ ഇഗ്നോർ ചെയ്ത് അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സീറോസ് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും.